ഒരു എപ്പിസോഡുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് മസാല അവിയൽ. അപ്പോൾ നമ്മുടെ മസാല അവിയലിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ, വെള്ളരിക്ക, ഏത്തക്ക, ബീറ്റ്റൂട്ട്, മുരിങ്ങയ്ക്ക, പിന്നെ വെണ്ടയ്ക്ക, നമ്മൾ നീളം പയർ ഒരു 4-5 എണ്ണം നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചത്, അണ്ടിപ്പരിപ്പ്, കുതിർത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, കറിവേപ്പില, പിന്നെ കടല, കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളക്കടല, പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പെരിഞ്ചീരകം, എണ്ണ, തേങ്ങ. ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. സാധാരണ ഇപ്പോൾ എല്ലാവരും പല കല്യാണങ്ങൾക്ക് പോകുമ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മസാല അവിയൽ ഇപ്പോൾ ഫെമിലിയർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ട്രിവാൻഡ്രം സൈഡിലൊക്കെ ഇപ്പോൾ മിക്ക കല്യാണത്തിനും അവിയലിനോടൊപ്പം തന്നെ നമ്മുടെ സാധാരണ നാടൻ അവിയലിനോടൊപ്പം തന്നെ മസാല അവിയലും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കി വയ്ക്കാം. ഇവിടെ 1 കപ്പ് തേങ്ങ എടുക്കുക, നല്ല പച്ച തേങ്ങ 1 കപ്പ്, പെരിഞ്ചീരകം ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക, ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതുപോലെ ഒരു 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ആഡ് ചെയ്യാം, മുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ ഗരം മസാല, നമ്മുടെ നോർമൽ കറി മസാല ഒരല്പം, ഒരു 1/4 സ്പൂൺ കറി മസാല. ഇനി നമ്മൾ ഇതിനെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ്. ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ കൂട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കൂട്ട് തയ്യാറായിട്ടുണ്ട്. തേങ്ങ ഒരു 2-3 അല്ലി വെളുത്തുള്ളി, പെരിഞ്ചീരകം, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയും ചേർത്ത് അരച്ചെടുത്തിരിക്കുന്ന കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവിയലിൻ്റെ പച്ചക്കറി വേകാനായിട്ട് വയ്ക്കാം. ഇവിടെ ഒരു 1/2 കപ്പ് പടവലങ്ങ, വെള്ളരിക്ക, മുരിങ്ങയ്ക്ക, കുറച്ച് ഏത്തക്ക, വെണ്ടയ്ക്ക, അച്ചിങ്ങ, നീളം പയർ, ബീറ്റ്റൂട്ട് കുറച്ച്, പിന്നെ വെള്ളക്കടല. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് സോട്ട് ചെയ്യാണ്. ഇതിൽ നമുക്ക് വഴുതന വേണമെങ്കിലും ചേർക്കാം. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഒന്ന് സോട്ട് ചെയ്തിട്ട്, സാധാരണ നമ്മൾ നാടൻ അവിയൽ വയ്ക്കുന്ന സമയത്ത് എണ്ണയിൽ ഇങ്ങനെ സോട്ട് ചെയ്യാറില്ല പച്ചക്കറി. നമ്മൾ അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് അതിന് മുകളിൽ പച്ചക്കറി ഇട്ട് വെള്ളവും കൂടി ഒഴിച്ചാണ് വേവിക്കാൻ വയ്ക്കുന്നത്. അത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇതിൽ പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ പച്ചക്കറി ഒന്ന് അതിലേക്ക് ഇളക്കി ചേർക്കുക, ഒന്ന് സോട്ട് ചെയ്യുക, ഒരു 2 to 3 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. ആ വെണ്ടയ്ക്കയുടെയൊക്കെ ആ പശയൊന്ന് മാറിക്കിട്ടും. അപ്പോഴത്തേക്കും സാധാരണ നമ്മൾ അവിയലിൽ വെണ്ടയ്ക്ക യൂസ് ചെയ്യാറും ഇല്ല നോർമലി. ഇനി ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചു. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്കിത് വേകാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളരിക്കയും പടവലങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടുന്നത് വരെ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്ക്. നമ്മുടെ വേഗം ഒന്ന് നോക്കാം. ഇപ്പോൾ പച്ചക്കറി ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഈ സമയത്ത്
നമ്മൾ ആദ്യമേ ചേർക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്. ഓൾറെഡി കുതിർത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പാണ്, വെള്ളത്തിൽ കുതിർത്തെടുത്ത് വെച്ചിരിക്കുകയാണ് ഞാനിവിടെ. ആദ്യമേ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വെന്തങ്ങ് ഉടഞ്ഞു പോകും. അവിയൽ കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അണ്ടിപ്പരിപ്പ് അറിയാമല്ലോ, വീട്ടിലൊക്കെ വാങ്ങിച്ചു വെച്ചാൽ തന്നെ ഇരിക്കത്തില്ല. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളൊരു വീട്ടമ്മമാർ അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് ഒളിച്ചു വയ്ക്കുന്നതായിരിക്കും നല്ലത്. കുട്ടികളും മുതിർന്നവരും എല്ലാം ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെപ്പോൾ തീർന്നു എന്ന് നോക്കിയാൽ മതി. ഇപ്പം നമ്മുടെ പച്ചക്കറി വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് സിമ്മിലാക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല അവിയലിൻ്റെ കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ആക്ച്വലി ഇപ്പോൾ ട്രിവാൻഡ്രം സൈഡിലൊക്കെ ഹിന്ദു കല്യാണങ്ങൾക്കെല്ലാം തന്നെ മസാല അവിയൽ കൂട്ടുകറി വിളമ്പുന്നത് പോലെ തന്നെ ഫെമിലിയർ ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ജസ്റ്റ് ഈ അരപ്പിലൂടെ ഒന്ന് ആവി കയറട്ടെ. ഒന്ന് അടച്ചു വെച്ചു. ഇപ്പോൾ അരപ്പിൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി അരപ്പും പച്ചക്കറി എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. തീ ഒന്ന് കുറച്ച് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അവിയൽ ഞാൻ മനസ്സിലാക്കിയത്, അവിയൽ ചിലർ നല്ല തോർത്തിയെടുക്കും, ചിലർ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചൊന്ന് അയഞ്ഞ പരുവത്തിലെടുക്കും, കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശം അതിൽ നിലനിർത്തും. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഇഷ്ടം അങ്ങനെ ചെയ്താൽ മതി. നല്ല പോലെ ഞാനിവിടെ കുറച്ചൊന്ന് നല്ലപോലെ തോർത്തിയിട്ടാണ് എടുക്കുന്നത്. അതല്ല കുറച്ച് അയഞ്ഞ പരുവത്തിൽ വേണം എന്നുണ്ടെങ്കിൽ അരപ്പ് കുറച്ചൊന്ന് ലൂസാക്കി അരച്ച് ഒഴിച്ചാൽ മതി. ഞാൻ ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ. പച്ചക്കറി ഇട്ട സമയത്താണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്തത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓക്കെ. ഒരു നുള്ള ഒരു പേരിനൂടി ഇടാം. നല്ല സ്വാദിഷ്ടമായ മസാല അവിയൽ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു. തീ ഓഫ് ചെയ്തു. ഇനി ഞാൻ ഇതിലേക്ക് അവസാനം ഒരല്പം വെളിച്ചെണ്ണ. എന്ത് പെട്ടെന്നുണ്ടാക്കി അല്ലേ? സ്ഥിരമായിട്ട് ചെയ്യുന്ന അവിയലിൽ നിന്ന് എന്തായാലും ഈ ആഴ്ച മസാല അവിയൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കും എന്ന് എനിക്കറിയാം. എന്തായാലും ധൈര്യത്തോടുകൂടി ചെയ്യുക. ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതേ നോക്കിയാൽ കാണാൻ തന്നെ നല്ല കളർഫുൾ അല്ലേ? ഇത് ആക്ച്വലി ബീട്രൂട്ട് ഇട്ടതിൻ്റെയും കൂടി കുറച്ച് ബീട്രൂട്ട് ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈ റെഡിഷ് കളർ കിട്ടുന്നതാണ്. ബീട്രൂട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യണ്ട. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഇതിൽ ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല, ചുമന്ന മുളകാണ് ഇട്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ നാടൻ അവിയൽ വയ്ക്കുന്ന സമയത്ത് പച്ചമുളക് ഇടാറുണ്ട്. കാഷ്യൂ നട്ട്സ് ഒക്കെ നല്ല അതുപോലെ തന്നെ പൊട്ടിപ്പോകാണ്ട് കിടപ്പുണ്ട്. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളിത് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. ചോദിക്കും, ഒരാളെങ്കിലും ചോദിക്കും എന്താ ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ മസാല അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല രസമില്ലേ? എനിക്ക് തോന്നുന്നു നല്ല രസമുണ്ടെന്ന്. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് ഞാൻ കഴിച്ചിട്ടൊന്ന് പറയാം. ഞാനൊരു കാഷ്യൂ നട്ട് പീസ് തന്നെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട്. യെസ്, ഇറ്റ്സ് ഗുഡ്. നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്ന് കാണിച്ചു തന്ന മസാല അവിയലായിരിക്കണം ഈ ആഴ്ചത്തെ നിങ്ങളുടെ വീട്ടിലെ സ്പെഷ്യാലിറ്റി. സോ ഐ തിങ്ക് യു വിൽ ഡു ഇറ്റ്. സോ അടുത്ത് നമുക്കൊരു ഗസ്റ്റുമായിട്ട് കാണാം. ബ്രേക്ക്.
വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഗസ്റ്റിൻ്റെ സെഗ്മെൻ്റാണ്. മുസ്തഫ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഒരു പാലക്കാടൻ സ്റ്റൈൽ മീൻകറിയാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് മുസ്തഫയോട് തന്നെ ചോദിക്കാം. എന്തൊക്കെയാണ് മുസ്തഫ അതിൻ്റെ ഇൻഗ്രീഡിയൻസ്? ഇതിൽ ഫസ്റ്റ് നമ്മളിത് തേങ്ങ അരച്ചതാണ്, പിന്നെ തക്കാളി, ജീരകം, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഉലുവ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പച്ചമുളക്, പിന്നെ ചെറിയ ഉള്ളി, പിന്നെ ഇത് വാളൻപുളി. ഇതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന മീൻ എന്താണ്? ഇത് അയലയാണ്. ഇത് അയലയല്ല, എല്ലാ വലിയ വലിയ കഷ്ണം മീനുമാണെങ്കിലും ഇതിനു വേണ്ടി ഫ്രഷ് ആയിട്ടുള്ള ഏത് മീനിലാണെങ്കിലും നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ എടുത്തിരിക്കുന്നത് അയലയുടെ ചെറിയ ഇതാണ് അല്ലെ, ചെറിയ കുഞ്ഞു മീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് തുടങ്ങാം. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. മീൻകറി ആയതുകൊണ്ട് പൊതുവെ വെളിച്ചെണ്ണ ആയിരിക്കും ടേസ്റ്റ് അല്ലേ? വെളിച്ചെണ്ണ കുറച്ച് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ഉലുവ ഇടാം ഇതിലേക്ക്. അധികം ഇടാൻ പറ്റില്ല. ഇതിപ്പോ ഒരു 1/4 സ്പൂൺ ഉലുവയാണ് ഇട്ടത്. അതെ. ഇപ്പൊ ഉലുവ ഇട്ടിട്ടുണ്ട്. ഉലുവ ഒന്ന് മൂത്ത് വരണം. അധികം ആവണ്ട, ജസ്റ്റ് ആവുന്ന സമയത്ത് അതിന്റെ ഒരു കളർ മാറണ്ടേ? കളർ മാറിക്കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് ചേഞ്ച് വരും. ആണോ? അതുകൊണ്ട് ജസ്റ്റ് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ചെറുള്ളി ഇടാം. നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി 1 കപ്പ് അല്ലേ? ഇതിപ്പോ ഒരു 1/2 കിലോ മീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു കിലോ ആവുന്ന സമയത്ത് നമുക്കൊരു 150 ഗ്രാം 100 ഗ്രാം ചെറുള്ളി ഇടാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ജീരകം ഇതിലേക്ക് ഇടാം. ഇത് നല്ല ജീരകം അല്ലേ? നല്ല ജീരകം ഇടാണ്. വളരെ കുറച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ ഇതിന്റെ മണം വേറെ അറിയാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ഉലുവയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കൊച്ചുള്ളി അരിഞ്ഞു വെച്ചതും അതോടൊപ്പം തന്നെ നല്ല ജീരകവും ചേർത്തിട്ടുണ്ട്. നല്ല ജീരകം വളരെ കുറച്ച്